ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇത് സന്തോഷത്തിൻ്റെ വേള. ധന്യമുഹൂർത്തത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പുതുതായി 21 പേരെ തൻ്റെ കർദിനാൾ സംഘത്തിലേക്ക് ഉയർത്തുകയാണ്. ഇന്ത്യയിൽ നിന്ന് കേരള സഭയുടെ അഭിമാനവും ചങ്ങനാശ്ശേരി അതിരൂപതാംഗവുമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാടും ഈ സംഘത്തിലുണ്ടെന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. സന്തോഷം അലയടിക്കുന്ന ഈ വേളയിൽ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ റൂബിൾ രാജും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന ഫാദർ ഡൊമിനിക് മുരിയങ്കാവുങ്കൽ അച്ഛനുമാണ് നമുക്കൊപ്പമുള്ളത്. കൂവക്കാട് പിതാവുമായി വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്ന മുരിയങ്കാവൽ അച്ഛന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും സഹപാഠിയായി ഒപ്പമുണ്ടായിരുന്ന മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് കർദിനാളായി സ്ഥാനമേൽക്കുകയാണ്. സഭയുടെ അത്യുന്നത പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ സഹപാഠി അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങൾക്കൊക്കെ അനൽപമായ അഭിമാനം ഉണ്ട് എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം ദൈവം നിയോഗിച്ച് നടത്തുന്ന വഴികളെക്കുറിച്ച് എന്നും വിസ്മയം കൂറാനുള്ള മുഹൂർത്തം കൂടെയാണ് വ്യക്തിപരമായി എനിക്കിത്. ഒരുമിച്ച് പഠിച്ച് കളിച്ച് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് കുടുംബങ്ങൾ തമ്മിലും ബന്ധം പുലർത്തി ഒക്കെ വളർന്നു വന്ന അതിൽ എൻ്റെ പ്രിയപ്പെട്ട ജോർജ് കൂവക്കാട്ട് പിതാവ് സഭയുടെ ഉന്നത സ്ഥാനത്തേക്ക് എടുക്കപ്പെടുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിസ്മയനീയത കാണാനുള്ള ഒരു മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നുകയാണ്. ദൈവത്തിന് ഏറ്റവും ആദ്യം ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. കാരണം ഇതുപോലെ ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ വളരെ നാൾ കൊണ്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതുപോലെയൊരു വ്യക്തിത്വം സഭയുടെ ഉന്നത സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ ആവുന്ന, അദ്ദേഹത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനാവുന്ന സാധ്യതകളെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. അത് സഭയ്ക്ക് മുഴുവൻ ലഭിക്കുന്നു എന്നുള്ള സന്തോഷമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളതും പ്രകടിപ്പിക്കാനുള്ളതും. റൂബിൾ രാജ് സാറിനെ ഏറെ അഭിമാനിക്കാം. സ്വന്തം ശിഷ്യൻ കർദിനാളാകുന്ന അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വേളയെ സാർ കാണുന്നത്? എന്നെ സംബന്ധിച്ച് എൻ്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ മാർ ജോർജ് കൂവക്കാട് സഭയുടെ രാജകുമാരൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഒരു അധ്യാപകൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത് വലിയ വലിയ ഉയരങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ എത്തിപ്പെടുമ്പോഴാണ്. അങ്ങനെ നോക്കുമ്പോൾ ആഗോള സഭയുടെ തലപ്പത്തിരിക്കുന്ന മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ള വ്യക്തിയായി എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ജോർജ് ജേക്കബ് കൂവക്കാട് മാറുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനും ഏറെയുണ്ട്. അതിലുപരി കൃതജ്ഞതയോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഈ കൈപിടിച്ച എൻ്റെ ശിഷ്യനെ ഉയർത്തിയതിലുള്ള കൃതജ്ഞതയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ലക്ഷ്യമായിരുന്നു വത്തിക്കാനിൽ പോകണം, അവിടെ മാർപ്പാപ്പായെ കാണണം, സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ പോകണം, അവിടെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഇതേതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചും അവൻ്റെ സ്വപ്നത്തിൽ ബാക്കി നിൽക്കുന്നൊരു വലിയ ആഗ്രഹമാണ്. അത്തരമൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ആഗ്രഹങ്ങൾക്കെല്ലാം മകുടം ചാർത്തുന്ന രീതിയിലാണ് ഈ സ്ഥാനാരോഹണത്തെ ഞാൻ കാണുന്നത്. മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവിനെ ഏറെ അടുത്തറിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തുകയാണല്ലോ. കൂവക്കാട് പിതാവുമായി വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്ന മുരിയങ്കാവൽ അച്ഛന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അഭിവന്യ മാർ ജോർജ് കൂവക്കാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പലപ്പോഴും നമ്മുടെ എല്ലാം സംസാരത്തിൽ മാർപ്പാപ്പ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തിരഞ്ഞെടുത്തു. തീർച്ചയായും ആ മാനുഷിക വശമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചിന്ത, അതിൻ്റെ ഒരു ശുദ്ധീകരണം എന്നതുപോലെ ഈ പാപ്പായുടെ വചനം തന്നെ ഞാൻ ഉദ്ധരിക്കാൻ കാരണം ഇത് വ്യക്തിപരമായ താല്പര്യമല്ല, ആത്യന്തികമായി സഭയുടെ പരിശുദ്ധാത്മാവിൻ്റെ താല്പര്യമാണെന്നുള്ള ചിന്ത. സഭയിലെ എല്ലാ സ്ഥാനങ്ങളും അങ്ങനെ ആയിരിക്കുകയും വേണം. മാർ ജോർജ് കൂവക്കാട്ടിനെ കുറിച്ച് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, കർദിനാൾമാരെല്ലാവരും പാപ്പായുടെ മനസ്സറിഞ്ഞ് ആ മനസ്സ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടവർ, അത് സഭയുടെ മനസ്സായി കണ്ട് പാപ്പായ്ക്ക് ഒപ്പം നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പായുടെ പ്രബോധനങ്ങളും ചിന്തകളും അവർ ലോകത്ത് എവിടെയായാലും ആവർത്തിക്കുന്നവരും അത് ഉറപ്പിക്കുന്നവരുമാണ്.
അതുകൊണ്ട് നമുക്ക് തോന്നാവുന്ന ഒരു സ്വാഭാവികമായ ചിന്ത, മാർപ്പാപ്പ ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തു, അതുകൊണ്ട് ആ നന്ദി തിരിച്ച് പ്രകാശിപ്പിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. അതല്ല സഭയിലെ കീഴ്വഴക്കവും രീതിയും. അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത്. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ് പാപ്പായിലൂടെ. പാപ്പ ഓരോന്ന് പ്രഖ്യാപിക്കുമ്പോഴും, ചാക്രിക ലേഖനങ്ങൾ പോലുള്ള തിരുവെഴുത്തുകൾ ഇറക്കുമ്പോഴും പാപ്പ ഒറ്റയ്ക്കല്ല, മറ്റു മെത്രാന്മാരുമായി സംഘാതാത്മകമായി ചേർന്ന്, കൊളീജിയാലിറ്റി എന്ന് പറയും ആ ഒരു തിയോളജി, ദൈവശാസ്ത്രത്തിൽ ആ ചിന്തയ്ക്ക്, മറ്റു മെത്രാന്മാരുമായി ചേർന്നാണ് അത് ചെയ്യുന്നത്. സഭയുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പാണത്. മെത്രാന്മാരുമായി പത്രോസിൻ്റെ പിൻഗാമിക്കുള്ള ഈ കൂട്ടായ്മ, അത് സത്യവിശ്വാസത്തിന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാപ്പായോട് ചേർന്ന് കർദിനാളന്മാർ പ്രവർത്തിക്കുന്നതും അത് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കുന്നതും മാർപ്പാപ്പയുടെ മനസ്സ് പറഞ്ഞ് ലോകത്തെ പഠിപ്പിക്കുന്നതും. ഒപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാർ ജോർജ് കൂവക്കാട് മാർപ്പാപ്പയെ കണ്ട് പാവങ്ങളോടുള്ള സ്നേഹം ത്തിലേക്ക് വന്ന ഒരാളാണെന്നൊരു ചിന്ത ഉണ്ടാവാം. അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളിന്ന് കൂടുതലായി അറിയുന്നു. അഭിമുഖങ്ങളെല്ലാം വരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് എഴുത്തുകൾ വരുന്നു. അപ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, അദ്ദേഹം മാർപ്പാപ്പായിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചത്. ഞാൻ പറയും അല്ല. അദ്ദേഹം ചെറുപ്പത്തിലെ പാവങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന ഒരാളാണ്. പാവങ്ങളെ സ്നേഹിച്ച് പാവങ്ങളെ അടുത്തു ശുശ്രൂഷിക്കാൻ ദൈവത്തിൻ്റെ മുഖം അവരിൽ കണ്ട് ഏറ്റവും ഫലപ്രദമായി അവരെ ശുശ്രൂഷിക്കാൻ സഭാ ജീവിതത്തിലേക്കുള്ള ഉയർന്ന വിളി തിരഞ്ഞെടുത്ത ആളാണ് മാർ ജോർജ് കൂവക്കാടെന്ന് അടുത്തു നിന്ന് കണ്ട എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇവരിരുവരും ഒരുമിച്ചുള്ള പാപ്പായും ഒത്തുള്ള സഹവാസം എന്ന് പറയുന്നത്, ഞാനതിനെ കാണുന്നത് ഒരേ മനസ്സുള്ള ഇവരുടെ കാര്യത്തിൽ കോമൺ ഡിനോമിനേറ്റർ, പൊതു ഘടകമായി തീരുന്നത് പാവങ്ങളോടുള്ള സ്നേഹവും താല്പര്യമാണ്. പാവങ്ങളിലൂടെ വളരെ പ്രത്യേകമായി വെളിപ്പെടുന്ന കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ രണ്ട് ഹൃദയങ്ങൾ, ആ രണ്ട് ഹൃദയങ്ങളെ ദൈവം ഒരുമിച്ച് ചേർക്കുകയായിരുന്നു കാലത്തിൻ്റെ ഗതിയിലെന്ന് ഇവരുടെ ഈ അടുപ്പത്തെക്കുറിച്ച് എനിക്ക് പറയാനാവും. അങ്ങനെ വേണം നമ്മളതിനെ കാണാനെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു. നമ്മൾ പലപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മാർപ്പാപ്പായുടെ ഒരു ശൈലി, പാവങ്ങളോടുള്ള കരുണ, കരുതൽ, സ്നേഹം, ഇതെല്ലാം തന്നെയാണല്ലോ കൂവക്കാട് പിതാവിലും നിഴലിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ നിന്നും കൂവക്കാട് പിതാവ് സ്വീകരിച്ച ഒരു ശൈലിയാണോ ഇത്, അതോ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ഒരു ശൈലിയാണോ ഇത്? തീർച്ചയായിട്ടും എനിക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസറിൻ്റെയും ജോർജ് പിതാവിൻ്റെയും പ്രൊഫസറായി പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട റൂബൽ രാജ് സാറ് നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ള പോലെ അദ്ദേഹത്തിൻ്റെ ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റെ വ്യക്തിത്വത്തെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ളവർക്ക് ആ വ്യക്തിത്വത്തിൻ്റെ ആകർഷകത മനസ്സിലാകും. അത് നമ്മളെ വലിച്ചെടുപ്പിക്കുന്ന കാന്തിക ശക്തിയുള്ള ഒരു വ്യക്തിത്വം. അതിന് ഒരു കൃത്രിമമായ ജാടകളോ തൊങ്ങലുകളോ ഒന്നും അദ്ദേഹത്തിനില്ല. ആ വിനയമാണ് നമ്മളെ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് വീണ്ടും എനിക്ക് തോന്നുന്നു പാപ്പായോട് വളരെയധികം സ്വഭാവം കൊണ്ട് പൊരുത്തപ്പെട്ടു പോകുന്ന, പാപ്പായെ മനസ്സിലാക്കുന്ന, ഒരുപോലെ നമ്മൾ പറയാറുണ്ട് സാധാരണ ഒരേ വേവ് ലെങ്ത് ഉള്ള രണ്ട് ഹൃദയങ്ങളാണ് ഇവരുടേതെന്ന്. ആ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത ഞാൻ പറയും. ഇപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൽ വിദേശകാര്യ വകുപ്പിൻ്റെ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്യുന്ന കൂവക്കാട്ട് പിതാവ്, അവിടെയല്ല എവിടെ ചെയ്താലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത് മറ്റുള്ളവരെ സ്പർശിക്കാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സഹപാഠിയായി വളരെ ചെറുപ്പം തൊട്ടേ ഒരുമിച്ചുണ്ടായിരുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്ത ഒരു കാര്യം, ഒരുപക്ഷെ ഈ ജോലിയുടെ ഗൗരവവും അതിലുള്ള പിരിമുറുക്കങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ മറന്നു. പലർക്കും അറിയാൻ മേലാത്തൊരു ഘടകം, വലിയ നർമ്മബോധമുള്ള ഒരു വ്യക്തിയാണ് കൂവക്കാട്ട് പിതാവ് എന്നുള്ള. അദ്ദേഹത്തിൻ്റെ കളിയാക്കലിന് മുമ്പിൽ ഞങ്ങൾക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു ചെറുപ്പത്തിൽ. അത്ര നർമ്മബോധമുള്ള ഒരാളും കൂടെയാണ്. അത് പാപ്പായും തമാശ പറയുന്നതും ആസ്വദിക്കുന്നതുമായ ഒരാളാണ്. ഇതെല്ലാം ഇവരുടെ വ്യക്തിത്വങ്ങളെ, അദ്ദേഹം കണ്ടുമുട്ടുന്ന, നമ്മുടെ പ്രിയപ്പെട്ട കൂവക്കാട്ട് പിതാവ് കണ്ടുമുട്ടുന്ന വ്യക്തിത്വങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് പര്യാപ്തമാണ്. അതുകൊണ്ട് അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അടുത്തറിയാവുന്ന ആളെന്ന നിലയിൽ. നിയുക്ത കർദിനാളായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി കേരളത്തിലെത്തിയപ്പോഴും മെത്രാഭിഷേകത്തിൻ്റെ സമയത്തുമെല്ലാം ഒരു ഗുരുനാഥനപ്പുറം ജ്യേഷ്ഠ സഹോദരനെ പോലെ നിറഞ്ഞു നിൽക്കുന്ന റൂബൽ രാജ് സാറിനെയാണ് കണ്ടത്. വളരെ ആത്മാർത്ഥതയോടെ, വളരെ സ്നേഹത്തോടെ സ്വന്തം ശിഷ്യനെ കരുതിയ സാറിനെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ സമയത്തെ ഒരു മനോഭാവം?
അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് എങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിലൊരു ഗുരുശിഷ്യ ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതാണ് സത്യം. ഒരു ജ്യേഷ്ഠനും അനുജനും പോലെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്, ഞങ്ങൾ സംസാരിച്ചിരുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചിരുന്നത്, ഞങ്ങൾ ചിന്തകൾ പങ്കുവച്ചിരുന്നത്. എന്തിനു പറയണം, ഞാൻ അദ്ദേഹത്തിന് വലിയൊരു ഉത്തരവാദിത്വം കൂടി കൊടുത്തു. ഒരിക്കൽ ഞാൻ മുരിങ്ങൂർ പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടുന്ന് കൂവക്കാട്ട് അച്ഛനെ അവിടെ കൊണ്ടുപോയി, അന്ന് അച്ഛൻ പോലും അല്ല, എൻ്റെ വിദ്യാർത്ഥിയാണ്, അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ പ്രസംഗം വിലയിരുത്താൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന പ്രസംഗമാണ്. അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം എന്നോട് കണ്ടപ്പോൾ സാർ എന്നെ കൊണ്ട് ആ പണി വരെ ചെയ്യിപ്പിച്ച ആളാണ് എന്ന് അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നെ ഓർപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധം എന്നതിനേക്കാൾ ഉപരി വലിയ ഒരു ബന്ധം, ഒരു സാഹോദര്യ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഉള്ളത്. അങ്ങനെ ഒരു ബന്ധത്തിൽ നിലനിൽക്കുവാനാണ് അദ്ദേഹവും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. അതുകൊണ്ട് തന്നെയാണ് വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അതിലുപരി അഭിമാനത്തോടെ ഞാൻ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുകയും ചെയ്തത്. അനുഗ്രഹീതമായ ഈ വേളയിൽ ഭാഗ്യസ്മരണാർഹനായ പൗവത്തിൽ പിതാവിനെ നമുക്ക് മറക്കാനാവില്ല. പൗവത്തിൽ പിതാവാണ് തന്നെ കൈപിടിച്ച് വളർത്തിയതെന്ന് കൂവക്കാട് പിതാവ് വികാരാധീനായി പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. പൗവത്തിൽ പിതാവിനെ പറ്റി പറയുമ്പോഴൊക്കെ ഖണ്ഡമിടറുന്ന ഒരു കൂവക്കാട് പിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കൂവക്കാട് പിതാവിൻ്റെയും മുരിയങ്കാവിലെ അച്ഛൻ്റെയൊക്കെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറിയത് പൗവത്തിൽ പിതാവിൻ്റെ ആ ഒരു ഇടപെടലും പിതാവിൻ്റെ ആ മാർഗനിർദ്ദേശവും ഒക്കെ ആയിരുന്നല്ലോ. ആ ഒരു ചോദ്യം ചോദിച്ചതിന് തന്നെ ഞാൻ നന്ദി പറയേണ്ട അവസ്ഥയിലാണ്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ, പൗവത്തിൽ പിതാവിനെ, ഞങ്ങളുടെ അഭിവന്യ ജോസഫ് പൗവത്തിൽ പിതാവിനെ മറന്നൊരു ജീവിതം ഞങ്ങൾക്ക് സാധ്യമല്ല. എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നമ്മുടെ സഭയിൽ ആർക്കും സാധ്യമല്ല അത്. ആ വ്യക്തിത്വത്തെക്കുറിച്ചും നമുക്ക് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ പുറത്തൊക്കെ ഉള്ളപ്പോഴും അടുത്ത് നിന്ന് കാണാൻ ഭാഗ്യം ലഭിച്ചവരിൽ ഒരാളാണ് ഞാനും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂവക്കാട്ട് പിതാവും. ഞാൻ അഭിവന്യ പിതാവിൻ്റെ കൂടെ പ്രത്യേകിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് 3.5 വർഷത്തോളം സെക്രട്ടറിയായി 2004 മുതൽ 2007 വരെ ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത് പരിചയപ്പെടും തോറും സ്നേഹവും ആദരവും കൂടി വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അഭിവന്യ പിതാവിൻ്റേത്. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രഷറും നോക്കി കണ്ണിലൊരു ചെറിയ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്ന ജോലിയും സെക്രട്ടറിയായി എനിക്കുണ്ടായിരുന്നു. രാവിലെ 5:15 മണിക്ക് ആ കയ്യിലെ പൾസ് എടുക്കാനായി പിടിക്കുമ്പോൾ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. അതിനുവേണ്ടി തൊടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വിശുദ്ധിയുടെയും വിജ്ഞാനത്തിൻ്റെയും ഒരംശം ദൈവമേ എനിക്ക് നൽകണമേ എന്ന്. അത്ര അടുപ്പവും സ്നേഹമായിരുന്നു എനിക്ക് വ്യക്തിപരമായും. ഇതിലും അടുപ്പമായിരുന്നു നമ്മുടെ കൂവക്കാട്ട് പിതാവിന് അഭിവന്യ പൗവത്തിൽ പിതാവുമായും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർ ചർച്ച് കൗൺസിൽ എന്ന വലിയ സഭാ സംഘടനയെക്കുറിച്ച് നമുക്കറിയാം. അവിടെയും ഈ മറ്റ് ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള സഭാപിതാക്കന്മാർ, തലവന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇൻ്റർ ചർച്ച് കൗൺസിലിൽ ഇന്ന് വരുന്നത് അഭിവന്യ പൗവത്തിൽ പിതാവിനോടുള്ള വ്യക്തിപരമായ സ്നേഹവും താല്പര്യവും മൂലമാണ് പ്രധാനമായും. അത്രയേറെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, അങ്ങേയറ്റം വിനയമുണ്ടായിരുന്ന പൗവത്തിൽ പിതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന കൂവക്കാട്ട് പിതാവ് ഇതുപോലെ വിനയാന്വിതനായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അഭിവന്യ പൗവത്തിൽ പിതാവ് പഠിപ്പിച്ചതും ആ ജീവിതത്തിൽ നിന്ന് പകർന്നു കിട്ടിയതുമാണ് ഞങ്ങൾക്കൊക്കെ സെമിനാരിക്കാലത്ത് വിദ്യാർത്ഥികൾ. എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അതുപോലെ കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹം പിതാവായി ആദ്യം അയക്കപ്പെട്ട സമയത്ത് അവിടെയുള്ളവർ എല്ലാ വൈദികരും അന്നത്തെ ശമാശന്മാരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് വ്യക്തിപരമായി സ്വന്തം കൈപ്പടയിൽ കത്തെഴുതുന്ന അഭിവന്യ പൗവത്തിൽ പിതാവ്, വ്യക്തിപരമായി സ്നേഹിക്കുന്ന, പേര് ചൊല്ലി വിളിക്കാൻ മാത്രം ബന്ധമുള്ള പിതാവ്. ആ സ്നേഹവും സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള വിശ്വസ്തത, ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. ഒരു ചെറിയൊരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു വിലയിരുത്തൽ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ അഭിവന്യ പിതാവിന്, പ്രത്യേകിച്ചും ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിതാവിന് കാലിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സന്ദർഭമാണ്. 2000 പിതാവ് വീണതിന് ശേഷം വടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുള്ള കുർബാനകൾ, ദൈർഘ്യമേറിയ പ്രോഗ്രാമൊന്നും അന്നില്ല. പകരം രാവിലെ മിക്കവാറും കുർബാനകൾ സ്വന്തം ചാപ്പലിൽ തന്നെ, അരമനയിലുള്ള സ്വന്തം ചാപ്പലിലാണ്. ഏറ്റവും നന്നായിട്ട് പിതാവ് ഒരുങ്ങി വരുന്നത് ആ കുർബാനയ്ക്ക്. അവിടെ ഉള്ളതോ സെക്രട്ടറി അച്ഛൻ കാണും, പിതാവ്, സെക്രട്ടറി അച്ഛൻ, പിതാവിൻ്റെ ബോയ് ഒരാൾ.
ഇത്രയും പേര് ഉള്ള ഒരു കുർബാനയ്ക്ക് പിന്നെ ഒരു റീജൻ ബ്രദറും കൂടെ ഉണ്ട്. അങ്ങനെ 4 പേരുള്ള കുർബാനയ്ക്കാണ് പിതാവ്, ഞാൻ പറയും, ഏറ്റവും സുന്ദരനായി ഏറ്റവും നല്ല ലോവയും അണിഞ്ഞ് വരുന്നത്. പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും പിതാവ് ആ ഒരുങ്ങുന്നത് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആത്മീയമായി ഒരുങ്ങുന്നത് കാണാൻ അത്രയേറെ. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഒരു കുർബാനയൊക്കെ കഴിഞ്ഞ് 10 മണിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യം ആ സമയം ഓർക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും, നമ്മുടെ ഭാരതത്തിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട അബ്ദുൽ കലാം, ഇന്ത്യയുടെ മുൻ പ്രസിഡൻറ്റ്, അദ്ദേഹം വരുന്ന സന്ദർഭമായിരുന്നു. അപ്പോൾ എന്നിട്ട് അഭിമന്യ അപ്പം വലിയ പ്രോട്ടോക്കോളൊക്കെയാണ്. അതിനുവേണ്ടി പോകാനായി സെക്രട്ടേറിയറ്റിനായി ഞാൻ പിതാവിനെ വിളിച്ച് മുറിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സൈഡിലെ പോക്കറ്റിൽ മഷി പടർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പിതാവേ, ഇത് വലിയ ഇന്ത്യയുടെ പ്രസിഡൻ്റൊക്കെ വരുന്ന ഫംഗ്ഷൻ. അത് സാരമൊന്നുമില്ല, ഇനി അത് മാറാൻ പോയാൽ അവിടെ താമസം വരും, നമുക്ക് നേരത്തെ ചെന്ന് ഇരിക്കേണ്ടതാണ്. കുർബാനയ്ക്ക് ഏറ്റവും നല്ല, ആരും ഇല്ലാത്ത കുർബാനയ്ക്ക് ഏറ്റവും പുതിയ ഏറ്റവും മെച്ചപ്പെട്ട ലോവയും അണിഞ്ഞ് വരുന്ന പിതാവ് പുറത്തേക്ക് വരുമ്പോൾ ഇതൊന്നും ഗവനിക്കാറില്ല. അപ്പോൾ ആരുടെ മുമ്പിലാണ് ശാരീരികവും മാനസികവുമായ വിശുദ്ധിയോടെ അണയേണ്ടതെന്ന്, വ്യക്തിപരമായ ശുദ്ധി പാലിക്കേണ്ടതെന്ന്, എളിമപ്പെടേണ്ടതെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്ന പിതാവ് ഞങ്ങൾക്ക് നൽകിയ മാതൃകകൾ ഒരിക്കലും ഞങ്ങൾക്ക് വിസ്മരിക്കാനാവുന്നതല്ല. ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ച് വളർന്ന കൂക്കാട്ട് പിതാവ്, ഞങ്ങളെക്കാളൊക്കെ അടുത്ത് അത് അഭിമന്യ കൂക്കാട്ട് പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും റോമിലായിരുന്നപ്പോൾ ഫോൺ വിളിക്കുമായിരുന്നു ഭൗത്തിൽ പിതാവ്. വരുമ്പോഴൊക്കെ എന്നോട് പറയും, കൂക്കാട്ട് അച്ഛനെ കണ്ടായിരുന്നോ? അച്ഛനായി കഴിഞ്ഞ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൂക്കാട്ടച്ഛനെ കണ്ടോ, വിളിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ സൗഹൃദം അറിയാവുന്ന പിതാവ് ഈ സൗഹൃദത്തെ എന്നും പരിപോഷിപ്പിച്ചിട്ടേ ഉള്ളൂ, എന്നും വളർത്താൻ നിർബന്ധിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും പരസ്പരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഞങ്ങൾ ഇരുവരെയും ഓർമ്മിപ്പിക്കുമായിരുന്ന പിതാവ്. ഞങ്ങൾക്കെല്ലാമായിരുന്ന ആ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാനും കരങ്ങൾ കൂപ്പുന്നു, ശിരസ്സ് നമിക്കുന്നു. നമ്മുടെ കൂവക്കാട് പിതാവിനെ ആരായി കാണാനാണ് റൂബൽ രാജ് സാർ ആഗ്രഹിക്കുന്നത്? കൂവക്കാട്ട് പിതാവിനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എഴുതി വച്ചിരിക്കുകയാണ്, ഇത് വൈദികനാകാനുള്ള ആളാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും. അത് വളരെ വ്യക്തമായിരുന്നു. ഇറ്റ് വാസ് വെരി എവിഡൻറ്റ്. അത് കൃത്യമായിട്ടറിയാം ഒരു വൈദികനാകാനുള്ള ഒരു സ്റ്റഫാണിത് എന്ന് മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം പേർത്ത് പറയുന്നൊരു കാര്യം അതാണ്, വൈദിക വൃത്തി അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, അതിന് ജോലി എങ്ങനെയായിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ സംസാരത്തിനകത്ത് വരുന്ന ചില സംശയങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകളാണ്. ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വൈദികനാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല, ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം വത്തിക്കാൻ കോറിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ആർച്ച് ബിഷപ്പ് ആകുമെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ളത് അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് അങ്ങേക്ക് നന്ദി എന്ന് പറയാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. അദ്ദേഹം കർദിനാളായത് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സഭയ്ക്ക് നന്മ വരുന്നുണ്ടെങ്കിൽ ഇനിയും അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോകട്ടെ. സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കാം. നമ്മുടെ കാത്തിരിപ്പ് സഫലമാവുകയാണ്. കൂവക്കാട് പിതാവ് കർദിനാളാവുകയാണ്. ഈ സമയം വിശ്വാസികളോട് എന്താണ് അച്ഛന് പങ്കുവയ്ക്കാനുള്ളത്? നമ്മുടെ ഒരാൾ സഭയുടെ അത്യുന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പിനെ കുറിച്ച് ആഗോള സഭയ്ക്കുള്ള ബോധ്യത്തിൻ്റെ അംഗീകാരമാണ്. അങ്ങനെ അതിനെ കാണാൻ പറ്റും. നമ്മൾ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം പേറുന്ന സഭയിൽ തനതായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിസഭയാണ്. അതിൻ്റെ വിശ്വാസം ആഗോള സഭ അംഗീകരിക്കുമ്പോൾ, ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ നൽകുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ സാധുതയാണ് സഭ അംഗീകരിക്കുന്നത്. അത് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം, അഭിമാനിക്കാം. അപ്പം സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക എന്നാണ് അർത്ഥം. വ്യക്തിപരമായ തോന്നലുകളും താല്പര്യങ്ങളും ഒന്നുമല്ല ഇവിടെ. സഭയുടെ മനസ്സ്, അത് കർത്താവിൻ്റെ വെളിപ്പെടുന്ന മനസ്സ് തന്നെയാണ്. ആ സഭയോട് എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും പലതും ഇഷ്ടപ്പെടാതെ മാനുഷിക ഘടകങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടുള്ളതായി കാണുന്ന സന്ദർഭങ്ങളിലും, ചിലപ്പോഴെങ്കിലും ദൗർഭാഗ്യവശാൽ എതിർ സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും ഒന്നും കർത്താവിനോട്, അവൻ്റെ മൗതിക ശരീരമായ സഭയോട് ഉള്ള സ്നേഹത്തിൽ നിന്ന് അകലാൻ നമുക്ക് സാധിക്കില്ല. ഒത്തുചേർന്ന് നിന്ന് ഒരു പാരമ്പര്യം മാർത്തോമാ നസ്രാണികളെന്ന നിലയിൽ നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിൽ കൂടുതൽ ആഴപ്പെടാനും സഭയെ സ്നേഹിക്കാനും സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട വലിയ സ്ഥാനങ്ങൾ കൈയാളുന്ന ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരോട് ചേർന്ന്
ആ സഭയെ ശുശ്രൂഷിക്കാനും ഒപ്പം ഈ സ്ലീഹന്മാരുടെ പിൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, പ്രത്യേകിച്ച് മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്കുള്ള ദൗത്യം കുറച്ചുകൂടെ വലുതാവുകയാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട കർദിനാൾ കൂവക്കാട്ട് പിതാവ് പാപ്പായോട് ചേർന്ന് അവിടെയുണ്ട്. പാപ്പായുടെ കരങ്ങൾക്ക് ബാഹ്യമായൊരു ബലം പകരുന്ന കൂവക്കാട്ട് പിതാവിൻ്റെ കരങ്ങളും ശക്തിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനുള്ള കടമയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇതുപോലെയുള്ള സ്ഥാനലബ്ധിയുടെ അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു.